പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ ന്യായാധിപന്റെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ സാംസനെയും ദലീലയെയും കാണിച്ചു തരികയാണ്. സാംസൺ ഗാസ പട്ടണത്തിൽ നിന്നും പുറത്തു പോകുന്ന ആ സംഭവം ഇതിനു മുമ്പിലുള്ള വീഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നു. വീണ്ടും ആവർത്തിച്ചു, ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. സാംസൺ ഗാസ പട്ടണത്തിൽ നിന്നും പുറത്തു പോയത്, അക്കാലത്ത് പട്ടണമതിൽ ഒരു ഗോപുരം പോലെ പടിവാതിലുകളുണ്ടായിരുന്നു. ഇന്നതില്ല. ഓരോ പട്ടണങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ദേവാലയത്തിലെ ആ ഒരു കവാടത്തിൻ്റെ 4 ഇരട്ടി വലിപ്പം ഉണ്ടാവും. അത് പൊളിച്ച് അതിൻ്റെ കട്ടിലപ്പൊടി ഉൾപ്പെടെ എടുത്തിട്ടാണ് സാംസൺ അവിടെ നിന്നും പുറത്തേക്ക് പോയത്, ഗാസയിൽ നിന്നും പുറത്തേക്ക് പോയത്. അവൻ നേരെ ഹെറോബിൻ്റെ ഫ്രണ്ടിലുള്ള മലമുകളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം നാളുകൾക്ക് ശേഷം അവൻ വീട്ടിലേക്ക് പോയി, വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അവൻ സ്വേറ താഴ്വരയിലേക്ക് പോകുകയാണ്. സ്വേറ താഴ്വര. ആ താഴ്വരയിലേക്ക് പോകുന്ന വഴി അവൻ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അത് ഫിലിസ്ത്യ യുവതിയാണെന്ന് അവൻ മനസ്സിലായി. പക്ഷേ എങ്കിലും അവൻ പെട്ടെന്ന് നോക്കി. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ആകർഷണം പോലെ. അവൻ വീണ്ടും നടക്കുന്ന രീതിയിൽ വീണ്ടും തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളും ചെറുതായിട്ടൊന്ന് നോക്കി. ഒരു മനസ്സിനൊരു അനുരാഗം പോലെ അവളോട്. ഓക്കെ, അവൻ വീണ്ടും മൂന്നാമതും തിരിഞ്ഞു നോക്കി. ആ നോട്ടം അവളെ ആകർഷിക്കുകയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടം തോന്നുമായിരുന്നു അവളോട്. അവൻ പോയി. പിറ്റേ ദിവസം അവൻ്റെ ചിന്ത മുഴുവനും ഇവളെ, സ്വേറ താഴ്വരയിലുള്ള ഇവളെ വീണ്ടും കാണണം എന്നുള്ള ചിന്ത. അവൻ്റെ മറ്റുള്ള ചിന്തകളെല്ലാം പോയി. അവൻ ആ ചിന്തയോട് വീണ്ടും പിറ്റേ ദിവസം വരികയാണ്. അവളെ കണ്ടു. അവളുടെ വിവരങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി അവൻ എല്ലാം ചോദിച്ച് അറിയാതെ തന്നെ മനസ്സിലാക്കുകയാണ്. അവൾ ആ താഴ്വരയിൽ തന്നെയുള്ളതാണ്. അവൻ ആ കറങ്ങിയൊക്കെ അവൾ ആ താഴ്വരയിൽ തന്നെയുള്ളതാണ്. അവളുടെ വീടെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. മൂന്നാമത്തെ ദിവസവും അവൻ പിന്നെയും വരാനുള്ള ഒരു ആകാംക്ഷ, അവളെ കാണണം. വീണ്ടും മൂന്നാം ദിവസം വന്നു. അവളെ കണ്ടു. അവളുമായിട്ട് സംസാരിച്ച് പേര് ചോദിച്ചു. അപ്പോൾ അവൾ പേര് പറഞ്ഞു. എൻ്റെ പേര് ദലീല. സാംസൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര ഇഷ്ടത്തിലായി, സ്നേഹത്തിലായി. ഇവനീ ദലീലയെ കാണാനും അവളുടെ വീടന്വേഷിക്കാനും അങ്ങോട്ടും നടക്കുന്ന സമയങ്ങളിൽ ഫിലിസ്ത്യർ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ഇവനറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഫിലിസ്ത്യർ ഇവൻ്റെ മേലിൽ എപ്പോഴും ഒരു നോട്ടം ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ആ പെണ്ണിനോട് അവന് അനുരാഗം തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു അവസരമായിട്ട് അവർ കണ്ടുകൊണ്ട് ഫിലിസ്ത്യൻ പ്രഭുക്കന്മാർ അവരൊന്നിച്ച് ദലീലയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ദലീല, നീ അവനെ വശീകരിച്ച് അവൻ്റെ ഹൃദയം നീ കീഴടക്കണം. എന്നിട്ട് നീ ഒരു കാര്യം ചോദിച്ച് ഞങ്ങൾക്ക് അതിന് ഉത്തരം നീ ചോദിച്ച് ഞങ്ങളോട് പറയണം. അവൾ എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർ കാര്യം തുറന്നു പറഞ്ഞു. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നെന്ന് നീ ചോദിക്കണം. എന്നിട്ട് അവനെ എങ്ങനെ ബന്ധിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നും കൂടി നീ ചോദിക്കണം. അത്രേ ഉള്ളൂ. എന്നാൽ നീ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാനാണെങ്കിൽ, ഏകദേശം അവരൊരു 10-50 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും 1200 വെള്ളിപ്പണം നിനക്ക് തരും. അന്നത്തെ വെള്ളിപ്പണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ്. അത് 19 പേര് കൂടിയാണ്. അപ്പം അത്രയും നല്ലൊരു കാശാണ്. അവിടെ അടിയറ പറയും. അവരോട്
ചേരുകയാണ്, സമ്മതിക്കണം. പണം അവൾ സമ്മതിച്ചു. ഓക്കെ. സംസൻ പിന്നെ അടുത്ത ദിവസം വന്നു, ഡൽഹിയിലെ കണ്ടു. അവരെ കറങ്ങി. അവരെ ഇന്നത്തെ യുവാക്കൾ എങ്ങനെ നടക്കുന്നു എന്നതുപോലെ അവർ ഒന്ന് കറങ്ങാനൊക്കെ പോയി, കറങ്ങി പുറത്ത് പോയിട്ട് മധുരം എന്തെങ്കിലുമൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം. അതേപോലെ തന്നെ ചെറിയ ചെറിയ വേട്ടകളും, പക്ഷി അല്ലെങ്കിൽ മൃഗവേട്ട, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു രസത്തിന്. അങ്ങനെയൊക്കെ കറങ്ങി അവർ നടന്നു. ലാസ്റ്റ് ഒരാഴ്ച അവൾ പെട്ടെന്ന് എടുത്തോട്ട് ചോദിച്ചില്ല. ഒരാഴ്ച അനുരാഗം മൂത്ത് തൻ്റെ വലയിലായി എന്ന് കണ്ടതിന് ശേഷം അവൾ വിവരം ചോദിച്ചു. അവളുടെ വീട്ടിൽ വെച്ച്, എൻ്റെ പ്രാണപ്രിയനെ സംസ, എനിക്കൊരു കാര്യം അറിയണം. സംസൻ്റെ ശക്തി അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സംസനെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക്? അത് എന്നോടൊന്ന് തുറന്നു പറയാം. സംസൻ പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു ഉൾവിളി, ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി കാണും. അവൻ അവിടെ നുണ പറഞ്ഞു, സത്യം പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഉണങ്ങാത്ത ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് പുതിയത്, അതുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ ഞാൻ സാധാ മനുഷ്യനെ പോലെയാവും. എൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകും. എന്താ പ്രിയതമേ, നിനക്ക് എന്നോട് സംശയമുണ്ടോ? ഞാൻ പരീക്ഷിച്ചു. അവൾ പറഞ്ഞു, ഞാൻ പരീക്ഷിച്ചു. ഓക്കെ, എന്താ? അവളന്ന് ചെയ്തില്ല. അവളത് ഈ ഉണങ്ങാത്ത ഈ പുതിയ 7 ഞാണ് കൊണ്ടുവന്നല്ലോ. പിറ്റേ ദിവസം അവൾ വിളിച്ച പ്രഭുക്കരവ് കണ്ടു, കാര്യം പറഞ്ഞു, ഇന്നാരെ നിങ്ങൾ ഈ 7 ഞാണായിട്ട് ഉണങ്ങാത്ത പുതിയത് കൊണ്ടുവന്ന് തരണം എനിക്ക്. ഞാൻ സംസനെ ബന്ധിച്ച്, നിങ്ങളതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അപ്പുറത്തെ മുറിയിൽ നിങ്ങൾ എത്ര പേരുണ്ടോ അവരവിടെ മുറിയിൽ നിങ്ങളെ ഞാൻ പതിയിരുത്താം, അതിന് തയ്യാറായി വരിക എന്നതുപോലെ തന്നെ. പിറ്റേ ദിവസം പ്രഭുക്കന്മാർ വന്നു, 7 ഞാൻ കൊടുത്തു. അവളത് സ്വീകരിച്ചു. അവരെ മുറിക്കകത്താക്കി. കുറേ നേരം കഴിഞ്ഞപ്പോൾ സംസനോട് വന്നു. അവൻ സന്തോഷത്തോടെ തന്നെ വന്നു. അവർ ഒന്ന് പുറത്തേക്കൊക്കെ പോയി, ഒന്ന് കറങ്ങി, ഇത്തിരി മധുരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ മധുമണന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഒരല്പം വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് അവർ സ്നേഹത്തിൻ്റെ ആ ഒരു രീതി, ആ ഒരു പാരമ്യതയിലായിരിക്കുന്ന ആ ഒരു സമയത്ത് ദലീല, ഞാൻ സംസനെ പരീക്ഷിക്കാം, ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കൊന്ന് അറിയണം സംസൻ്റെ ബലം. ഓക്കെ. അവൾ ആ 7 ഞാനെടുത്തിട്ട് സംസന് പുതിയ ഞാൻ കാണിച്ചു കൊടുത്തു, എല്ലാം മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചിരിയാണ്. ഇവൾ ബന്ധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, സംസ ഒന്ന് അപ്പുറത്തേക്ക് പോയതിന് ശേഷം, ഒന്ന് അടുക്കള ഭാഗത്തേക്ക് പോയതിന് ശേഷം റിപ്പോർട്ട് കൊടുത്തവരോട്, ഫിലിസ്തീയർക്ക് റിപ്പോർട്ട് കൊടുത്തവള് എങ്ങനെ, ഞാൻ പറയുമ്പോൾ പൊട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പൊട്ടിയാൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് വരാൻ പാടുള്ളൂ. ആ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അവൾ തിരിച്ചു വന്നു.
ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിന്നെ വളഞ്ഞിരിക്കുകയാണ് ഫിലിസ്തീൻ. എന്ത് ചെയ്യും? അവൻ വെറുതെ ഇങ്ങനെ അങ്ങ് വന്നു. അഗ്നി കൊണ്ടിട്ട് എങ്ങനെ ഈ ചണനൂല് കരിയും എന്നതുപോലെ തന്നെ അത് കരിഞ്ഞ പോലെ അത്രയും അയാളതിൻ്റെ പവർ. അവളപ്പോൾ തന്നെ സിഗ്നൽ ചെയ്തില്ല. വന്നാൽ ഫിലിസ്തീനെല്ലാം ഇതും. സഹോദരങ്ങളെ, ബാക്കി ഭാഗം അടുത്ത ദിവസം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.